നമസ്കാരം. ആഗോള പ്രതിസന്ധിക്കിടെ RBI പണനയ സമിതി യോഗം ഇന്നു മുതൽ ബുധനാഴ്ച വരെ നടക്കും. ഇത്തവണ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തില്ല എന്നാണ് സൂചന. വായ്പയെടുത്തവർക്ക് ഗുണകരമാകും. നിക്ഷേപകർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ലഭിക്കുകയുമില്ല. ഭവന വായ്പകളും വാഹന വായ്പകളുടെ EMI കൂട്ടാൻ സാധ്യതയില്ല. രൂപയുടെ മൂല്യം നിലനിർത്തുന്നതിനും കടപ്പത്ര ആദായം നിയന്ത്രിക്കുന്നതിനുമാകും റിസർവ് ബാങ്ക് ഊന്നൽ നൽകുക. ഹോർമുസ് തുറക്കാൻ ഇറാന് ട്രംപിന്റെ പുതിയ സമയപരിധി എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. അല്ലാത്തപക്ഷം ഇറാൻ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും 1 മണി വാർത്തയിലേക്ക് സ്വാഗതം. റിസർവ് ബാങ്ക് പണനയ സമിതി യോഗം ഇന്നു മുതൽ. ഇത്തവണ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തില്ല എന്നാണ് സൂചന. യുദ്ധം മൂലമുണ്ടാകുന്ന ഊർജ്ജ പ്രതിസന്ധി, അസംസ്കൃത എണ്ണവില വർധന, എൽനിനോ മൂലമുണ്ടാകുന്നതിനിടെയുള്ള ഭക്ഷ്യവിലക്കയറ്റം എന്നിവയാണ് പ്രധാന വെല്ലുവിളികൾ. രൂപയുടെ മൂല്യം നിലനിർത്തുന്നതിനും കടപ്പത്ര ആദായം നിയന്ത്രിക്കുന്നതിനുമാകും റിസർവ് ബാങ്ക് ഊന്നൽ നൽകുക. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇതിനു മുൻപ് റിപ്പോ നിരക്ക് 5.5% നിന്ന് 5.25% ഫെബ്രുവരിയിലെ യോഗത്തിൽ നിരക്കിൽ മാറ്റം വരുത്തിയിരുന്നില്ല. 3 ദിവസത്തെ യോഗത്തിനൊടുവിൽ ബുധനാഴ്ച രാവിലെ 10-ന് ഗവർണർ സഞ്ജയ് മൽഹോത്ര പലിശ നിരക്കുകൾ പ്രഖ്യാപിക്കും. സേവന മേഖലയിലെ വളർച്ചാ നിരക്ക് മാർച്ചിൽ 14 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. മിഡിൽ ഈസ്റ്റ് സംഘർഷം ആഭ്യന്തര ആവശ്യകതയെ ബാധിച്ചതോടെയാണ് PMI ഇടിഞ്ഞത്. വിദേശ ഓർഡറുകൾ റെക്കോർഡ് ഉയരുകയും അതേസമയം ഇൻപുട്ട് ചെലവ് സമ്മർദ്ദങ്ങൾ 2022 മധ്യത്തിന് ശേഷം ഏറ്റവും രൂക്ഷമാവുകയും ചെയ്തു. HSBC ഇന്ത്യ സർവീസസ് PMI ഫെബ്രുവരിയിലെ 51.1 നിന്ന് മാർച്ചിൽ 57.5 കുറഞ്ഞു. പുതിയ കയറ്റുമതി ഓർഡറുകളുടെ നേതൃത്വത്തിൽ ഡിമാൻഡ് സ്ഥിരത പുലർത്തിയിട്ടുണ്ട്. ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $2.4 ഉയർന്ന് 111.43 2.2% ഒറ്റ രാത്രി കൊണ്ട് ഉയർന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലാണ് ക്രൂഡ് ഓയിൽ വില ഉയരുന്നത്. 2020 ശേഷമുള്ള ഏറ്റവും വലിയ വർധനവാണിത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിലയിലുണ്ടായ ഈ കുതിച്ചുചാട്ടം ആഗോള സമ്പദ് വ്യവസ്ഥയെ ആശങ്കയിലാക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള പോർവിളി കടുക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഹോർമുസ് തുറക്കാൻ ഇറാന് ട്രംപിന്റെ പുതിയ സമയപരിധി. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. അല്ലാത്തപക്ഷം ഇറാൻ ബോംബിട്ട് തകർക്കുമെന്ന് ട്രംപ് പറഞ്ഞു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ ഭീഷണി. ആക്രമണത്തെ പവർ പ്ലാന്റ് ഡേ എന്നും ബ്രിഡ്ജ് ഡേ എന്നുമാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം നടന്നാൽ രാജ്യം പുനർനിർമ്മിക്കാൻ കുറഞ്ഞത് 20 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതേസമയം യുദ്ധം മൂലം തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാതെ പിന്മാറില്ല എന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പണം ഈടാക്കുന്നത് നിയമവിധേയമാക്കാൻ ഇറാൻ. യുദ്ധത്തിൽ രാജ്യത്തിനുണ്ടായ നഷ്ടം ഇതിലൂടെ ഈടാക്കാമെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഹോർമുസ് കടലിടുക്ക് കപ്പലുകൾക്കായി ചൊവ്വാഴ്ച തുറന്നു കൊടുക്കണമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാൻ നഗരതുല്യമായ അവസ്ഥ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. ആഗോള എണ്ണ, ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതിയുടെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് മാർച്ച് ആദ്യം മുതൽ തടസ്സപ്പെട്ടിരുന്നു. ഇറാനുമായി US-ഉം ഇസ്രയേലും തുടങ്ങിവച്ച യുദ്ധമാണ് ഹോർമുസിലെ ചരക്കു നീക്കത്തെ ബാധിച്ചത്. ഗൾഫ് മേഖലയിൽ അമേരിക്കയും ഇസ്രയേലും പ്രകോപനം തുടർന്നാൽ ലോകത്തെ പ്രധാന സമുദ്ര വ്യാപാര പാതകൾ തടസ്സപ്പെടുത്തുമെന്ന കനത്ത മുന്നറിയിപ്പുമായി ഇറാൻ. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ മുതിർന്ന ഉപദേശകൻ അലി അക്ബർ വിലായത്തിലാണ് ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിനു പുറമെ തന്ത്രപ്രധാനമായ മറ്റ് സമുദ്രപാതകളും ലക്ഷ്യം വയ്ക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ചക്കകം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നുകൊടുത്തില്ലെങ്കിൽ
ഇറാനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ജനവിധി അറിയുന്നതിനുള്ള വോട്ടെടുപ്പിന് ഇനി 3 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടുറപ്പിക്കാൻ അവസാനവട്ട പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ. നാളെയാണ് കൊട്ടിക്കലാശം. പ്രചാരണത്തിൽ പങ്കാളിയാകാൻ ഓരോ പാർട്ടിയിലെയും കേന്ദ്ര നേതാക്കൾ അടക്കം കേരളത്തിലെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് വടക്കൻ കേരളത്തിൽ പ്രചാരണം നടത്തും. കൊല്ലത്ത് രേവന്ത് റെഡ്ഡിയുടെ റോഡ് ഷോ ഉണ്ടാകും. കേന്ദ്രമന്ത്രി അമിത്ഷാ കേരളത്തിൽ തുടരുകയാണ്. ഇന്നലെ ബേപ്പൂരിൽ NDA സ്ഥാനാർത്ഥിയുടെ ഉൾപ്പെടെ പ്രചാരണത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതേസമയം ഇടത് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇന്ന് പ്രകാശനം ചെയ്യും. 3 മണിക്ക് മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ പെരളശ്ശേരിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്ന് പാലക്കാടെത്തും. തെരഞ്ഞെടുപ്പ് ദിനത്തിലെ ഊബറിന്റെ സൗജന്യ യാത്രയ്ക്ക് വിലക്ക് ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ ഓൺലൈൻ ബുക്കിംഗ് ആപ്പ് പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതിയിൽ ബൈക്ക് ടാക്സികൾ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് തടഞ്ഞത്. കേരള ഓൺലൈൻ ടാക്സി ഓണേഴ്സ് അസോസിയേഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസ് PB നൂഹ് ഊബറിന് കർശന നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ മോട്ടോർ വാഹന നിയമപ്രകാരം ബൈക്ക് ടാക്സികൾക്ക് യാതൊരുവിധ നിരക്കും നിശ്ചയിക്കുകയോ അനുമതി നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് ഗതാഗത വകുപ്പ് വിവരാവകാശ രേഖയിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഈ രേഖകൾ സഹിതമാണ് പരാതി നൽകിയത്. ചരിത്രം കുറിച്ച് നാസയുടെ ആർടെമിസ് 2 ചന്ദ്രന്റെ കൂടുതൽ അടുത്തേക്ക് എത്തുന്നു. ദൗത്യത്തിന്റെ 5ാം ദിനത്തിൽ 4 ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പ്രവേശിച്ചു. 1972 ശേഷം ഇതാദ്യമായാണ് ചന്ദ്രന്റെ ഇത്രയും സമീപത്ത് മനുഷ്യർ എത്തുന്നത്. ഓറിയോൺ ബഹിരാകാശ പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് എത്തിക്കുന്നതിനാൽ നിർണായകമായ ഔട്ട്ബൗണ്ട് കറക്ഷൻ ബേൺ ഞായറാഴ്ച അർദ്ധരാത്രിയോടെ പൂർത്തിയാക്കി. അമേരിക്കൻ സമയം രാത്രി 11:03 ആരംഭിച്ച നടപടി 17.5 സെക്കൻഡ് നീണ്ടു നിന്നു. തിങ്കളാഴ്ച പുലർച്ചെ 12:41 പേടകം ചന്ദ്രന്റെ സ്വാധീന മേഖലയിലേക്ക് പ്രവേശിച്ചത്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണമാണ് ഓറിയോണിന്റെ പാതയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന ഘടകമാകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലുള്ള സാധ്യതയുമുണ്ട്. വ്യാഴാഴ്ച വരെയാണ് ഇടിമിന്നലോട് കൂടിയ മഴ പ്രവചിക്കുന്നത്. മഴയ്ക്കൊപ്പം 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്ന് പുലർച്ചെ മഴ പെയ്തിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 165 രൂപ ഇടിഞ്ഞ് 1 ഗ്രാമിന് 13,670 രൂപയായി. പവന് 1,320 രൂപയാണ് കുറഞ്ഞത്. 1,09,360 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. 18 കാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമിന് 135 രൂപ കുറഞ്ഞ് 11,235 രൂപയായി. പവന് 1,080 രൂപ ഇടിഞ്ഞ് 89,880 രൂപയിലും എത്തി. വെള്ളി ഗ്രാമിന് 250 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി വിഷ്ണു ചേരുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.